ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിന്റെ 10ാം ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചോദ്യങ്ങളൊക്കെ ദൈവവചന പഠനത്തിനായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതായിരുന്നു, അതായത് ശനിയാഴ്ചത്തെ ചോദ്യം ഇതായിരുന്നു: മത്തായി സുവിശേഷത്തിൽ യേശുവിന്റെ അടുക്കൽ വന്ന ഒരു വ്യക്തി മരിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നതിന് മറ്റൊരു പദമാണ് പറയുന്നത് എങ്കിൽ ആ പദം ഏതാണ്? യേശുവിന്റെ അടുക്കൽ വന്ന വ്യക്തി ആരാണ്? മത്തായി സുവിശേഷം 9-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് മരിച്ചു എന്നതിന് കഴിഞ്ഞുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ അടുക്കൽ വന്ന വ്യക്തി പ്രമാണി. നമ്മുടെ ഈ ചോദ്യത്തിന് ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീജ വിജയ് 10:05 ആയപ്പോഴേക്കും ഉത്തരം അയച്ചിട്ടുണ്ട്. രണ്ടാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ജിൻസിയാണ്. 10:06 ആയപ്പോഴേക്കും ഉത്തരം അയച്ചിട്ടുണ്ട്. മൂന്നാമതായി ഉത്തരം അയച്ചത് സിസ്റ്റർ ജയ 10:06 ആയപ്പോഴേക്കും ഉത്തരം അയച്ചിട്ടുണ്ട്. എൻ്റെ മൊബൈലിലേക്ക് ഉത്തരം വന്ന ഓർഡർ കൂടി ഒന്ന് കാണിക്കുന്നു. ഇനി നമുക്ക് വേഗത്തിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ചോദ്യം ലൂക്കോസ് സുവിശേഷത്തിൽ നിന്നുമാണ്. നമുക്കറിയാം, സുവിശേഷങ്ങളിൽ 3-ാമത്തെ സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. ലൂക്കോസ് ഒരു എഴുത്തുകാരനും വൈദ്യനും കൂടിയായിരുന്നു. സ്നാപ യോഹന്നാന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ ജനനവുമാണ് ലൂക്കോസ് സുവിശേഷത്തിൽ നാം ആദ്യം കാണുന്നത്. ഈ രണ്ട് സംഭവങ്ങളെയും ക്രോഡീകരിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നമ്മുടെ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക. നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: എലിസബത്ത് യോഹന്നാ സ്നാപകനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ ചില മാസങ്ങൾ ഒളിച്ചു പാർത്തതായി നാം വായിക്കുന്നുണ്ട്. അത് എത്ര മാസമാണ്? അതുപോലെ മറിയയ്ക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് എത്രാം മാസമാണ്? അതുപോലെ തന്നെ മറിയ എലിസബത്തിനെ കാണുവാനായി വരുന്നുണ്ട്. അപ്പോൾ മറിയയും എലിസബത്തും ഒരുമിച്ച് പാർത്തത് എത്ര മാസമാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. യോഹന്നാ സ്നാപകനെ എലിസബത്ത് ഉദരത്തിൽ വഹിക്കുമ്പോൾ എത്ര മാസമാണ് ഒളിച്ചു പാർത്തത്? മറിയയ്ക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് എത്രാം മാസമാണ്? അതുപോലെ തന്നെ മറിയയും എലിസബത്തും ഒരുമിച്ച് പാർത്തത് എത്ര മാസമാണ്? ഒരധ്യായത്തിൽ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത്. ആ അധ്യായം ഏതാണെന്ന് നിങ്ങൾക്കറിയാം. വേഗത്തിൽ ആ അധ്യായം വായിച്ചാൽ ഈ ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ദൈവവചന പഠനത്തിനായിട്ട് ഇത് പ്രയോജനപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു.